ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊല്ലാൻ നോക്കുന്ന ഹെരോദാവ്. ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾക്ക് അറിയാം. 2-ാം അധ്യായം 20-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 2:20 വായിച്ചാട്ടെ. കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ ശിശുവിനെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോകാം. ആ വാക്യം വളരെ വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്, അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണ്. എന്താ പറയുന്നത്? ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് ബാലനെയും കൂട്ടി യെരൂശലേമിലേക്ക് പോകാൻ അല്ല പറയുന്നത്, ശിശുവിനെയും കൂട്ടി. എന്ന് പറഞ്ഞാൽ ശിശുവായിരിക്കുമ്പോൾ തന്നെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോകുവാനിടയായി. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികൂലങ്ങൾ താൽക്കാലികമാണ്. ഹെരോദാവ് വിരളി പൂണ്ടട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, 2 വയസ്സിൽ കുറയുള്ള എല്ലാ ആണുങ്ങളെയും ആളയച്ചു കൊല്ലുവാനിടയായി. പ്രതികാരം തീർത്തു. എന്നാൽ അധികം നാള് മുന്നോട്ട് പോകുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ ചില വർഷങ്ങൾ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പോകുവാനിടയായി. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിന്റെ നാമത്തിനെതിരെ ആരും പ്രവർത്തിച്ചാലും അതൊക്കെ താൽക്കാലികമാണ്, താൽക്കാലികമാണ്. അവയൊക്കെ തകർന്ന് തരിപ്പണമാകും. യേശുവിന്റെ പ്രവൃത്തി അത് നിർബാധം തുടരുകയാണ്, നിർബാധം തുടരുകയാണ്. ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ്, ആയിരങ്ങളെ വീണ്ടെടുക്കുകയാണ്, ആയിരങ്ങൾ രക്തത്താൽ കഴിയുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചില വീണ്ടെടുപ്പുകൾ നടത്തുകയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. പ്രതികൂലങ്ങളൊക്കെ താൽക്കാലികമാണ്. വിദ്വാൻമാർ ഒരു നക്ഷത്രം കണ്ടു. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആട്ടിടയന്മാർ വെളിമ്പ്രദേശത്ത് കിടക്കുകയായിരുന്നു. കാരണം അവർക്ക് ഒരു കൂട്ടം ആടുകളുണ്ട്. അവയെ കാത്തുകൊണ്ട് വെളിമ്പ്രദേശത്ത് കിടക്കുകയാണ് ആട്ടിടയന്മാർ. എന്നാൽ വിദ്വാൻമാർ വെളിമ്പ്രദേശത്ത് കിടക്കുകയല്ല. നല്ല നല്ല ഭവനങ്ങളിൽ വീട്ടിനകത്ത് കഴിച്ചുകൂടുന്ന വിദ്വാൻമാർ. അവർ പാണ്ഡിത്യമുള്ളവർ, വൈസ്മെൻ എന്നാ പറയുന്നത്. പറഞ്ഞാൽ ജ്ഞാനമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, അറിവുള്ളവർ. അറിവുണ്ടെങ്കിൽ എന്തുണ്ട്? അറിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് പണവും അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അറിവുണ്ടെങ്കിൽ പാണ്ഡിത്യമുള്ളവർക്ക് എന്തുണ്ട്? അതിനനുസരിച്ച് ജോലിയുണ്ട്, അതിനനുസരിച്ച് സാമ്പത്തിക നിലവാരവും ഉയർന്നതാണ്. അങ്ങനെയെങ്കിൽ നല്ല വീടുകളിൽ പാർക്കുന്നവരാണ് ആര്? വിദ്വാൻമാർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീട്ടിനകത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് ഒരു നക്ഷത്രം അവനെ കാണിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ ദൂത് ഏറ്റെടുത്താട്ടെ. നീ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഒരുപക്ഷെ പണം കൂടുതൽ കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ജ്ഞാനം കൂടിയത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഒരു സാധാരണക്കാരൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം നീ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. നിന്നെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരികയാണ്. എന്തിന്? ഒരു ഉദയ നക്ഷത്രം നിന്നെ കാണിക്കുവാൻ. അത് വെറും നക്ഷത്രമല്ല, എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കുന്ന നക്ഷത്രം. അത് വെറും നക്ഷത്രമല്ല, നമസ്കരിക്കേണ്ടവനെ നമസ്കരിക്കുവാൻ നിന്നെ ഹെൽപ്പുള്ളവനാക്കുന്ന ഒരു നക്ഷത്രം നിന്നെ കാണിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. Come on, lift up your voice and praise. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ അനുഭവം അതല്ലേ? ഹല്ലേലൂയ. ഒരു ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതെ, ഒന്ന് ദൈവത്തെ വാ തുറന്ന് സ്തുതിക്കാൻ കഴിയാതെ, ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒരു കൂട്ടം വ്യവസ്ഥിതികളുടെ നടുവിൽ കെട്ടപ്പെട്ട് നീ കിടക്കുകയല്ലേ? നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ സ്വയശക്തിക്ക് കഴിയത്തില്ല. നീ എന്തെല്ലാം പണിതാലും നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുത്ത് യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രിയയിൽ, യേശുവിന്റെ ആത്മാവിന്റെ ക്രിയയിൽ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ തടവറകളെ തകർക്കുന്ന, ഹല്ലേലൂയ, കല്ലറകളെ തകർക്കുന്ന, വാതിലുകളെ തകർക്കുന്ന, വൻമതിലുകളെ തകർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അത് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. എന്തിന്? ഉദയ നക്ഷത്രം കാണിപ്പാൻ, ദൈവത്തിന്റെ മനോഹരത്വം കാണിപ്പാൻ, അവന്റെ മഹത്വം കാണിപ്പാൻ. അത് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. വിശ്വസിക്കാമെങ്കിൽ കരങ്ങളെ ചേർത്തടിച്ച് ഒന്ന് സ്തുതിച്ചാട്ടെ. തടവറകൾ തകരട്ടെ, കല്ലറകൾ തകരട്ടെ,
2010 വർഷങ്ങളായിട്ട് യേശുവിന്റെ ആത്മാവ് ഇത് ചെയ്യുകയാണ്. പെന്തക്കോസ്ത് നാളിന് ശേഷം ഹല്ലേലൂയ അന്ന് 3000 പേരെ അപ്രകാരം പുറപ്പെടുവിച്ചിട്ട് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതേ പ്രവൃത്തി ആവർത്തിക്കുകയാണ്. എത്രയെത്ര കെട്ടപ്പെട്ട ജീവിതങ്ങൾ പുറത്തു വരുവാനിടയായി, എത്രയെത്ര തടവറകൾ തകരപ്പെടുവാനിടയായി, എത്രയെത്ര കല്ലറകൾ തകരപ്പെടുവാനിടയായി. എന്റെ യേശുവിന് തകർക്കാൻ കഴിയാത്ത ഒരു കല്ലറയില്ല. എന്റെ യേശുവിന് മുറിക്കാൻ കഴിയാത്ത ഒരു പാരമ്പര്യ ബന്ധനമില്ല. എന്റെ യേശുവിന് മുറിക്കാൻ കഴിയാത്ത ഒരു പാരമ്പര്യ ശാപമില്ല. എന്റെ യേശുവിന് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാരമ്പര്യ മുദ്രയില്ല. വിശ്വസിക്കുമെങ്കിൽ അകത്തളങ്ങളിൽ നിന്ന് ദൈവത്തിനെ പുറത്തു കൊണ്ടുവന്ന് മഹത്വം കാണിക്കുകയാണ്. Come on, lift up your voice and praise. Hallelujah. 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 ഞാൻ ചിന്തിച്ച കാര്യം, ഈ വിദ്വാൻമാര് എന്ത് ഉദ്ദേശത്തിലാണ് ഈ പൊന്നും മൂരും കുന്തിരുക്കവും വീട്ടിൽ കരുതിയിരുന്നത്? ഒരുപക്ഷെ അവർക്ക് സുഖിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് മാന്യത കിട്ടുന്ന എന്തെങ്കിലും സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം ഇങ്ങനെ പൊന്നും മൂരും കുന്തിരുക്കും ഒക്കെ അവരെ സമ്പാദിച്ചത്. എന്നാൽ നക്ഷത്രം കണ്ടവർ അത് ആർക്ക് കൊടുത്തു? യേശുവിന് മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചില വിദ്വാൻമാരെ കരുതിയിട്ടുണ്ട്. അവന്റെ വേലയ്ക്ക് വേണ്ടി, അവന്റെ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ചില വിദ്വാൻമാരെ കരുതിയിട്ടുണ്ട്. അവരെ കരുതുക മാത്രമല്ല, അവർക്ക് നിക്ഷേപങ്ങളെ കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ നിക്ഷേപങ്ങൾ പുറത്തു വരാൻ പോകുകയാ. അകത്തിരി ഒളിഞ്ഞിരിക്കുന്ന, ഉപയോഗമില്ലാതെ ആർക്കും വേണ്ടാതെ ഒളിഞ്ഞു കിടക്കുന്ന നിക്ഷേപങ്ങൾ പുറത്തു വരികയാണ്. അത് യേശുവിന്റെ പാദപീഠത്തിൽ വരികയാണ്. യേശുവിന്റെ നാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അത് ഉപയോഗിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് പൊന്ന് മൂരെ കുന്തിരി അറിയാത്ത വഴികളിലൂടെ പുറപ്പെട്ടു വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. Come on, lift up your voice and praise. Hallelujah. ആരും സഹായമില്ലാത്ത ഒരു കുടുംബത്തിന് എത്ര വലിയ കരുതലാണ് സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. Hallelujah. ഒരു ഗായക സംഘം മറ്റൊരു സ്ഥലത്തും ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും സ്വർഗത്തിലെ ഗായക സംഘം ഇറങ്ങിയതായിട്ട് നാം വായിക്കുന്നില്ല. എന്നാൽ യേശുവിന്റെ ജനന സമയത്ത് ആ പശുത്തൊട്ടിനടുത്തേക്ക് സ്വർഗീയ ഗായക സംഘം ഇറങ്ങി വരുവാനിടയായി. വെറും കൈയോടല്ല, ഒരു മനോഹര ഗാനവുമായിട്ട്. വിശ്വസിക്കുമെങ്കിൽ നിന്റെ ഭവനത്തിലേക്ക് സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഒരു സ്വർഗീയ ഗായക സംഘത്തെ അയക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ആരും സഹായമില്ലാതെ തള്ളപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തിയെ നിന്നെ കേൾപ്പിക്കുവാൻ ഒരു പുതിയ പാട്ടുമായിട്ട് ദൂതസംഘം ഇറങ്ങുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? വിശ്വസിക്കൂ. ഒരു പുതിയ പാട്ടുമായിട്ട് നിന്നെ ഉണർത്തുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, നിന്നെ ഹല്ലേലൂയ ഉപയോഗപ്രദമാക്കി മാറ്റുന്ന ഒരു നല്ല പുതിയ പാട്ടുമായിട്ട് ദൂതസംഘം ഇറങ്ങുകയാണ്. Come on, lift up your voice and praise. Hallelujah. വിദ്വാൻമാർ, അകത്തളങ്ങളിൽ നിന്ന് വിദ്വാൻമാർ പുറത്തു വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നക്ഷത്രങ്ങളെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ്. ചൊവ്വയെ കുറിച്ചും ശനിയെ കുറിച്ചും സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് നല്ല അറിവുണ്ട്. എന്നാൽ ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതുവരെ കണ്ട പഴയ നക്ഷത്രങ്ങളല്ല, നിനക്ക് വേണ്ടി മാത്രമായി നിന്നെയും കൊണ്ട് പുറപ്പെടുന്ന ഒരു നക്ഷത്രം ഈ ദിവസങ്ങൾ ഉദിക്കുകയാണ്. ഉദയ നക്ഷത്രം നിനക്ക് വേണ്ടി ഉദിക്കുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ, പ്രതികരിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്നെയും കൊണ്ട് പുറപ്പെടുന്ന, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് വാക്കു പറഞ്ഞവന്റെ ഉദയ നക്ഷത്രം നിനക്ക് വേണ്ടി ഉദിച്ചുയരുകയാണ്. അത് നിന്നെ കൊണ്ട് വരും ദിവസങ്ങൾ പുറപ്പെടുകയാണ്. ഭൂമിയുടെ അറ്റം വരെ വിശ്വസിക്കാമെങ്കിൽ കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസവാക്ക് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. Come on, have faith in God. Hallelujah. വിദ്വാൻമാരെ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ നക്ഷത്രം കണ്ട വിദ്വാൻമാർ പിന്നെ താഴേക്ക് നോക്കി. എവിടേക്ക് നോക്കി? നക്ഷത്രത്തിൽ നിന്ന് കണ്ണു മാറ്റിയിട്ട് യെരൂശലേമിലേക്ക് നോക്കി, ഹെരോദാവിലേക്ക് നോക്കി. ഒരു ചോദ്യം വിളിച്ചു പറഞ്ഞു,
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ മനുഷ്യരിലേക്ക് നോക്കിയാൽ, മനുഷ്യരോട് ചോദ്യം ചോദിച്ചാൽ നിനക്ക് മറുപടി കിട്ടത്തില്ല. നിരാശയ്ക്ക് മാത്രമേ വകയുള്ളൂ. എന്നാൽ കണ്ണുകൾ വീണ്ടും മുകളിലേക്ക് ഉയർത്താൻ തയ്യാറാകുമെങ്കിൽ, ഹല്ലേലൂയ, ഉത്തരവുമായിട്ട്, നിനക്ക് ആവശ്യമുള്ള മറുപടിയുമായിട്ട്, നിന്റെ പ്രശ്നത്തിന് പരിഹാരവുമായിട്ട് എന്റെ യേശു ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, എന്തിനാ ഈ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നേ? എത്രയോ ദൂതുകൾ പറയാനുണ്ട്. ഈ ക്രിസ്മസ് ദൂത് ഈ അനവസരത്തിൽ പ്രസംഗിക്കുന്നത് ഉചിതമാണോ? ഞാൻ ഈ ദൂത് വിളിച്ചു പറയാൻ കാരണം, ഒന്നാമത്തെ കാരണം, യേശുവിന്റെ ജനനം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ക്രിയയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാന്യതയേറിയ പ്രവൃത്തിയാ. ഹല്ലേലൂയ. പകൽക്കാലവും വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ക്രിയകൾ നിന്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ഔദ്യോഗിക തലങ്ങളിൽ, പഠന ജീവിതത്തിൽ ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ചേർത്തടിച്ചാണ്. പരിശുദ്ധാത്മാവിന് ക്രിയയുണ്ട്, വൻക്രിയയുണ്ട്, പ്രതിക്രിയകളുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കുടുംബം കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം, കുഞ്ഞിന് 3 വയസ്സ്, അങ്ങനെയുള്ള കുടുംബത്തെ നോക്കി ലോകം പുച്ഛിക്കും. ലോകം പറയും, ആ കുട്ടിയെ നോക്കി പറയും, ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്, ന്യായരഹിതമായി ഉണ്ടായ കുട്ടി, നിയമ വിധേയമായ മാർഗങ്ങളുടെ അല്ലാതെ ഉണ്ടായ കുട്ടി. ഞാൻ പറയട്ടെ, യോസേഫും മറിയയും കല്യാണം കൂടി വരുന്നതിന് മുമ്പെയാണ് പരിശുദ്ധാത്മാവിൽ എന്ത് സംഭവിക്കുന്നത്? യേശുവിന്റെ ഉത്ഭവം സംഭവിക്കുന്നത്. എന്നാൽ യേശുവിന്റെ ജീവിതകാലത്ത് യേശുവിനെ നോക്കി പലരും പല അഭിപ്രായങ്ങൾ പല സന്ദർഭങ്ങളിൽ പറഞ്ഞു. ചിലർ പറഞ്ഞു ഇവൻ ബെയൽസെബൂലിന്റെ ആളാണ്. ചിലർ പറഞ്ഞു ഇവൻ തച്ചന്റെ മകനാണ്. ചിലർ പറഞ്ഞു ഇവന്റെ സഹോദരൻ നമ്മുടെ പേരിലെ യോസേ യൂദയൊക്കെ, ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനാണ്. പല അഭിപ്രായങ്ങൾ. ചിലർ പറഞ്ഞു ഏലിയാവാണ്, ചിലർ യോഹന്നാൻ സ്നാപകനാണ്, ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവനാണ്. പല അഭിപ്രായങ്ങൾ യേശുവിനെ കുറിച്ച് ലോകം പറഞ്ഞു. എന്നാൽ ഒരുത്തൻ പോലും ഒരു ജാരസന്തതി എന്ന് യേശുവിനെ ഒരിക്കൽ പോലും പറഞ്ഞില്ല. കാര്യം എന്താണ്? അവന്റെ ജന്മം, അവന്റെ ഉത്ഭവം അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെല്ലാം മാന്യതയേറിയ പ്രവൃത്തിയാ. ഇന്ന് പകൽക്കാലം ഈ ടെലിവിഷൻ പ്രോഗ്രാം നീ കാണുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചില ക്രിയകൾ നിന്റെ അകത്ത് സംഭവിക്കുകയാണ്. നിന്നെ മാന്യനാക്കി മാറ്റുകയാണ്, നല്ലവനാക്കി മാറ്റുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരങ്ങളെ ചേർത്തടിച്ച് come on, lift up your voice and praise. Hallelujah. Hallelujah. ഞാൻ ഈ ദിവസങ്ങളിൽ വചനം പഠിച്ചപ്പോഴേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ കാര്യം എന്താ കേൾക്കാൻ കാര്യം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇതുവരെയുള്ള ചരിത്രം അതാ വിളിച്ചു പറയുന്നത്. എനിക്കറിയാം എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. 100, 1000, 10,000 അനുഭവങ്ങൾ എനിക്ക് വിളിച്ചു പറയാൻ താല്പര്യമുണ്ട്. സമയക്കുറവുള്ളതുകൊണ്ട് അതിന് മുതിരുന്നില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കുന്ന, എത്ര സ്തോത്രം പറഞ്ഞാലും മതിയാകാത്ത എത്ര അത്ഭുതങ്ങളാണ് എനിക്ക് വേണ്ടി ദൈവം ചെയ്തത്. എന്തുകൊണ്ട് ചെയ്തു? എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയത് കൊണ്ട്. ഹല്ലേലൂയ. എങ്ങനെ എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി? എന്റെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല. ഹല്ലേലൂയ. എന്റെ മുഖത്തിന്റെ വെളുപ്പ് കൊണ്ടല്ല, എന്റെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടല്ല, എന്നെ ഒരുവൻ നീതീകരിക്കാൻ തയ്യാറായതുകൊണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ചേർത്തടിച്ചാണ്. ഓ പിതാവായ ദൈവം പുത്രനിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവമത്രേ. റോമാലേഖനം 3:26 അത് വ്യക്തമായി വിളിച്ചു പറയുന്നു. പിതാവായ ദൈവം പുത്രനിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവൻ ആകേണ്ടതിന്. Come on, lift up your voice and
ശ്രദ്ധയുടെ പ്രാർത്ഥന വളരെ വളരെ ഫലിക്കുന്നുവെന്ന് വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നമുക്കറിയാം, ചില വിഭാഗങ്ങൾ കൂടെ കൂടെ പറയും, പാപിയാ എന്നോട് കരുണ. വർഷങ്ങളായിട്ട് ഒരേ പ്രാർത്ഥനയുള്ളൂ. എന്താ? പാപി 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 പാപി. കാര്യം എന്താ? പരിശുദ്ധാത്മാവിലുള്ള നീതീകരണം അവർക്ക് ലഭിക്കുന്നില്ല. അവർ ഇന്നും പാപിയുടെ അവസ്ഥയിൽ വഞ്ചിക്കപ്പെട്ടും ചതിക്കപ്പെട്ടും കഴിയുകയാണ്. മനസ്സിലാക്ക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്ക, നീതീകരിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ ഈ നീതീകരണം? നീതിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നീതി ലഭിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ നീതി ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് നീതീകരണം സംഭവിക്കുന്നത്. 3 കാരണങ്ങളാൽ നീതീകരണം സംഭവിക്കുന്ന വചനം വ്യക്തമായി വിളിച്ചു പറയും. എന്തൊക്കെയാ? 1, വിശ്വാസത്താൽ നീതീകരണം. ദൈവത്തിൽ, യേശുവിൽ വിശ്വസിക്കുന്നവനെ പിതാവായ ദൈവം നീതീകരിക്കും. മറ്റൊന്ന്, കൃപയാലുള്ള നീതീകരണം. 3, ആത്മാവിനാലുള്ള നീതീകരണം. ശ്രദ്ധിച്ചു കേൾക്ക്, ഈ 3ഉം പരിശുദ്ധ ആത്മാവിനെ കൂടാതെ നടക്കത്തില്ല. വിശ്വസിക്കണമെങ്കിൽ എന്തോ വേണം? അകത്ത് പരിശുദ്ധാത്മാവ് വേണം. അല്ലാത്തവന് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അവൻ തല കൊണ്ട് ചിന്തിക്കും, എന്നാൽ പരിശുദ്ധാത്മാവുള്ളവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കും. കരങ്ങളെ ചേർത്തടിച്ച്, നിനക്ക് ആവശ്യം വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കുന്ന ഒരു ഹൃദയം അത്ര നിനക്ക് ആവശ്യം. വിശ്വാസത്താലുള്ള നീതീകരണത്തിനും ആത്മാവിനാലുള്ള നീതീകരണത്തിനും കൃപയാലുള്ള നീതീകരണത്തിനും ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി അത്രേ. ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഏറ്റെടുത്താണ്. റിസീവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി, മൺപാത്രങ്ങൾ പകരപ്പെടുന്ന അത്യന്ത ശക്തി, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി, ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവശക്തി, ഹല്ലേലൂയ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കുന്ന ദൈവശക്തി, ഉയരത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഉയരത്തിലെ ശക്തി വ്യാപരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അനേക അനുഭവങ്ങൾ ഞാൻ കേൾക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്ക്. ചില ആഴ്ചകൾക്ക് മുൻപ് ഈ ടെലിവിഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസവാക്കുകൾ ഞാൻ പറയുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ പാടുകളായിട്ട്, നിരാശിതനായിട്ട്, ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിനെ സൗഖ്യമാക്കുന്ന ശക്തി, ആ അടയാളങ്ങൾ മുഴുവൻ വേരോടെ പിഴുതു മാറ്റുവാനായി. വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ കടഭാരങ്ങൾ മാറുകയാണ്. വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പാട് ലഭിക്കുകയാണ്. വിശ്വസിക്കുമെങ്കിൽ പിശാചിന്റെ കോട്ടകൾ ഇപ്പോൾ തന്നെ ഇടിയാണ്. Come on, lift up your voice and praise.